നമസ്കാരം, സഹകാരി റേസ് പ്ലേസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിൽ ഒരു മൊഡ്യൂളാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് മൊഡ്യൂളാണ്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂളിന് മുന്നേ നമ്മളൊരു ഇൻട്രോ പാർട്ട് പോലെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നൊക്കെയുള്ള ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രധാന ഭാഗത്തേക്ക് വരുന്നത്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇത്രയും ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ കേട്ടതാണ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന അതേ അർത്ഥം തന്നെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ പറയാൻ പോകുന്നത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൊത്തമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ രണ്ട് ആസ്പെക്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇരിക്കുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്തുള്ള കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും എല്ലാ ആസ്പെക്ട്സിനെയും പറ്റിയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് വരും, ഇൻവെൻട്രീസ് വരും, ക്യാഷ് വരും. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേയബിൾസ്, ക്രെഡിറ്റേഴ്സ് ഒക്കെ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിലുമുള്ള എല്ലാ ആസ്പെക്റ്റിൻ്റെയും ഒരു മാനേജ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചതിന് ശേഷം പറയാം. Working capital management is concerned with all aspects of managing current asset and current liabilities. It studies the problems that arise in management of current asset, managing the current liabilities and the interrelations that exist between them. In this point of view, 4 dimensions of working capital management can be identified. എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും മാനേജ്മെൻറ്റും തന്നെയാണ്. അതായത് ഒരു ബിസിനസ്സിനകത്ത് കറണ്ട് അസറ്റും ഉണ്ടാവും, കറണ്ട് ലയബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ കറണ്ട് അസറ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് മാനേജ് ചെയ്യുന്ന സമയത്ത് അവിടെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ടെല്ലാം പഠിച്ച് ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. സോ സിംപ്ലി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആസ്പെക്റ്റിനെ പറ്റിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനെ പറ്റിയും പഠിച്ചതിന് ശേഷം അത് പ്രോപ്പർലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പ്രധാനമായിട്ട് ഒരു 4 ഡയമെൻഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാണ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ, മാനേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്. നമ്മൾ കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ കാര്യം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാനേജ്മെൻ്റ് ആണ്. അതായത് കറണ്ട് അസറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത്, ഇപ്പം അതായത് നമ്മൾ കടം കൊടുക്കുന്നു, നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടാവുന്നു അല്ലേ. നമ്മളൊരാൾക്ക് കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നു, അവരാരാണ്? നമ്മുടെ ഡെറ്റേഴ്സാണ്. ഒന്നും അധികമായി പോകാൻ പാടില്ല. നമുക്കറിയാം അസറ്റ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും ഒന്നും അധികമാവാൻ പാടില്ല, എന്നാൽ കുറഞ്ഞും പോകാൻ പാടില്ല. അതാണ് അപ്രോപ്രിയേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് കൊണ്ടുവന്ന് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല.
നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല, അണ്ടറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. സോ ഈ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. സോ ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ആൻ appropriate level. It involves the determination of appropriate level of investment in current asset. Second dimension എന്ന് പറയുന്നത് financing of working capital or managing current liabilities. കറണ്ട് അസറ്റിന്റെ മാനേജ്മെന്റ് ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്തും ഉണ്ടായിരിക്കും, കറണ്ട് ലയബിലിറ്റീസും നമ്മൾ മാനേജ് ചെയ്യണം. അതായത് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഇസ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ ഷോർട്ട് ടേം എന്ന് പറയാം, ഒരു മാസത്തേക്ക് ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ ലോങ് ടേം വരെ. എന്താണെങ്കിലും എന്ത് സോഴ്സിൽ നിന്നാണെങ്കിലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേരിയസ് സോഴ്സസ് ഉണ്ട്. എവിടെ നിന്നാണെങ്കിലും അത് ഒരു പ്രോപ്പർ മിക്സ് ആയിരിക്കണം. അതായത് ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലൊരു അപ്രോപ്രിയേറ്റ് മിക്സ് ഉണ്ടായിരിക്കണം. ഒരിക്കലും കറണ്ട് ലയബിലിറ്റീസ് കൂടാൻ പാടില്ല, കറണ്ട് അസറ്റ് അങ്ങ് കുറഞ്ഞു പോകാൻ പാടില്ല. അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫിനാൻസ് നോക്കാൻ. അപ്പോൾ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ ഇന്റർ റിലേഷൻ അമംഗ് വേരിയസ് കമ്പോണൻസ്. കറണ്ട് അസറ്റിലും ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസിലും ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻവെൻട്രി, ഡെറ്റേഴ്സ്, ക്യാഷ് ഒക്കെ ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ലോൺസ്, അങ്ങനെ കുറച്ചധികം കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ഇത് തമ്മിൽ ഒരു ഇന്റർലിങ്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതായത് നമുക്കറിയാം നമുക്ക് കുറച്ച് അധികം ലയബിലിറ്റീസ് ഉണ്ട്, അത് കൊടുത്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അസറ്റ് നമുക്കുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് കൊടുക്കാനുള്ളതിനേക്കാളും കൂടുതലായിരിക്കണം നമുക്ക് കിട്ടാനുള്ളത്. നമ്മൾ കൊടുക്കാനുള്ളതാണ് കൂടുതലെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ലോ ആണ്, നമ്മൾ സോൾവൻസി പൊസിഷൻ വളരെ ലോ ആണ്. സോ ആ ഒരു കറണ്ട് അസറ്റിലെയും കറണ്ട് ലയബിലിറ്റീസിലെയും കമ്പോണൻസ് തമ്മിലൊരു ഇന്റർ റിലേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾക്കിപ്പോൾ ഇത്ര പേയബിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന സമയമാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റിസീവബിൾസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ട് വരാനുള്ള ഒരു സോഴ്സ് കറണ്ട് അസറ്റിൽ നിന്നും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റർ റിലേഷൻ അമംഗ് വേരിയസ് കമ്പോണൻസ്. ദെൻ വോളറ്റിലിറ്റി ആൻഡ് റിവേഴ്സിബിലിറ്റി. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിലും ഇത് വോളറ്റൈൽ ആയിരിക്കും. വോളറ്റൈൽ മീൻസ് പെട്ടെന്ന് ചേഞ്ച് വരുന്നതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് കടത്തിന് സാധനം കൊടുത്തു, അതായത് നമുക്ക് കുറച്ച് ഡെറ്റേഴ്സ് ഉണ്ടായി. നമ്മൾ സാധനങ്ങൾ കടത്തിന് വിൽക്കുമ്പോൾ നമുക്ക് അവർ കാശ് പിന്നീട് തരാമെന്നും പറഞ്ഞ് മേടിച്ചിട്ട് പോകും. അതാണല്ലോ നമ്മുടെ ഡെറ്റേഴ്സ്. അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞ കാലാവധി എന്ന് പറയുന്നത് 2 മാസം കഴിയുമ്പോഴത്തേക്കും കാശ് കൊണ്ട് തരാമെന്നുള്ള ധാരണയിലാണ് നമ്മൾ അവർക്ക് സാധനങ്ങൾ വിറ്റത്. അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഫണ്ട് വരുമ്പോൾ അവർ വേണമെങ്കിൽ 1 മാസം മുന്നേ നമുക്ക് ഇങ്ങോട്ട് തരും, ഇല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടിയില്ല, 1 മാസം, ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പലിശയും കൂടെ ചേർത്ത് അവർ തരുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് 2 മാസം കഴിയുമ്പോൾ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ ഒരു ഡേറ്റ് ഇട്ടൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്, അല്ലേ? ആ ബില്ല് വേണമെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് വേണമെങ്കിൽ അവരുടെ കയ്യിൽ ഫണ്ട് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ അവർക്ക് പേ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അസറ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൻ്റെ കാര്യം എടുത്തു, നമ്മൾ കുറച്ച് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ കാശ് അടയ്ക്കാനുണ്ട്. 2 മാസം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ 1 മാസം കഴിയുമ്പോൾ ഫണ്ട് വരികയാണെങ്കിൽ നമുക്ക് 1 മാസം കഴിയുമ്പോൾ കൊണ്ടുവന്ന് പേ ചെയ്യാം. അതുപോലെ എന്താണ്, ഇപ്പോൾ ഒരു സീസണൽ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നമ്മുടെ, അതായത് കുടയോ അല്ലെങ്കിൽ സ്കൂൾ ബാഗ്സോ ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ
ഓൺ സീസൺ ആകുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഒരു മഴയൊക്കെ ഇപ്പം നമുക്കറിയാം കാലാവസ്ഥയൊക്കെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു പ്രോഡക്റ്റിന് ഒരു സീസണൽ വേരിയേഷൻ ഉണ്ടാവും. നമ്മുടെ പ്രോഡക്റ്റിന് ഭയങ്കര മാർക്കറ്റൊക്കെ കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഇൻവെൻട്രീസ് സ്റ്റോക്ക് ചെയ്യും. അതുപോലെ ഓഫ് സീസൺ ആകുമ്പോൾ ഇൻവെൻട്രിയുടെ അളവ് കുറയും. അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. എപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് സംഭവിക്കാവുന്നതും അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റിയുമാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തും. ഞാൻ ഈ പറഞ്ഞ ഡെറ്റേഴ്സിൻ്റെ പോലെ നമ്മൾ 2 മാസത്തെ അവധിക്കാണ് കൊടുത്തെങ്കിൽ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫീച്ചറും എന്തിനുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിനുണ്ട്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് volatile and reversible. The fund invested in current asset can change rapidly and so the financial requirements it called volatility. എന്താണ് volatility എന്ന് പറഞ്ഞാൽ? കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ചേഞ്ചസ് സംഭവിക്കാം. ഈ പറയുന്ന പോലെ പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇൻവെൻട്രീസ് കൂട്ടും. നമ്മുടെ ക്യാഷ് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സ് അതിനനുസരിച്ച് കുറയും, ഇല്ലേ? അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് സംഭവിക്കാം. Another aspect related to volatility is reversibility. It means the cash flow related to current asset and current liabilities can be readily reversed. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു ക്യാഷ് ഫ്ലോ ഇങ്ങോട്ട് ഒരു 2 മാസം കഴിയുമ്പം വരും, അങ്ങോട്ടും അതുകൊണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കും. അങ്ങനെ അതായത് 2 മാസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡെറ്റേഴ്സ് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കാം എന്നുള്ള ധാരണയിലാണ്. 2 മാസത്തിന് മുന്നേ, അതായത് 1 മാസം കഴിയുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് നമുക്ക് കാശ് തരുവാണെങ്കിൽ ആ കാശ് എടുത്ത് നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ നമുക്ക് നേരത്തെ സെറ്റിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ കാശ് നമുക്ക് മറ്റെന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് ആണ് എന്ത്? വോളറ്റിലിറ്റി ആൻഡ് റിവേഴ്സിബിലിറ്റി. ഈ ഒരു 2 ടേം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ആവശ്യമാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും തിയറട്ടിക്കൽ പോർഷനാണ് വരുന്നത്. സോ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന തിയറട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും എടുത്ത് വെച്ച് പഠിപ്പിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസും കമ്പോണൻസും ഒക്കെ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കരുത് ഇത് എന്താ ഈ ഡിഗ്രി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പോലെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസും ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് കേട്ടോ. സോ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. A sound working capital management should ensure that working capital should be adequate. At the same time, it should not be excessive. Working capital should be adequate due to the following reason. ഞാൻ പറഞ്ഞു, ഒരു നല്ല വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ക്ലാസ് മുഴുവൻ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. സോ ഇനി ഞാൻ വീണ്ടും എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ് ഒരു കമ്പനിയിൽ ഉള്ളത് എന്ന് പറയുന്നതെങ്കിൽ അതിനർത്ഥം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്തൊക്കെ ആഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, അനാവശ്യത്തിനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ. വെറുതെ നമ്മുടെ കയ്യിൽ പൈസ വയ്ക്കും. നമ്മൾ തന്നെ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ അനാവശ്യത്തിന് പൈസ വയ്ക്കാൻ പാടില്ല. ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ കാശ് വയ്ക്കാൻ പാടുള്ളൂ. അധികമായിട്ട് ഇപ്പം നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ കയ്യിൽ നമ്മൾ കാശ് വെക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് വെച്ചാൽ എന്ത് പറ്റും? അനാവശ്യ ചെലവുകൾ വരും. നമ്മുടെ കയ്യിൽ നിന്നത് വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യുക? അധികമായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവൂ, ഇല്ലേ? അങ്ങനല്ലേ വേണ്ടത്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ആഡിക്വേറ്റ് എമൗണ്ടിൽ മാത്രം കീപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ
ആഡിക്വേറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും ഇല്ലാതെയല്ല. ആഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ്. അതായത് എക്സസും ആവാൻ പാടില്ല, ഡെഫിഷ്യൻസിയും ആവാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഉണ്ടായിരിക്കും. അവിടെ എക്സസും ഉണ്ടാവില്ല, ഡെഫിഷ്യൻസിയും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആഡിക്വേറ്റ് ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആദ്യത്തെ റീസൺ, ഇറ്റ് എനേബിൾസ് എ ഫേം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് ആദ്യമേ പറയട്ടെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന് ഓടിച്ച് വായിച്ച് പോയാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്തൊന്നും അധികം ഇത്ര വലിയ നമുക്ക് കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട കണ്ടൻസ് ഒന്നും ഈ പറയുന്നതിനകത്തില്ല. എന്നാലും എന്തൊക്കെ കാര്യത്തിനാണെന്ന് അറിയണം, അതുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എനേബിൾസ് എ ഫേം ടു പേ ഇറ്റ്സ് കറണ്ട് ഒബ്ലിഗേഷൻസ് പ്രോംപ്റ്റ്ലി ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട്സ്. എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് പറയാനുള്ള ആദ്യത്തെ കാരണം, നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ടല്ലോ. അതായത് ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കണം, ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണം. അതെല്ലാം സമയാസമയത്തിന് കൊടുത്ത് തീർക്കണം. അതിന് നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സമയാസമയത്തിന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഗുഡ് വില്ലിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മളുടെ ഒബ്ലിഗേഷൻസ്, നമ്മുടെ ബാധ്യതകളെല്ലാം കറണ്ട് ഒബ്ലിഗേഷൻസ് എല്ലാം പ്രോംപ്റ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഒരു 1,00,000 രൂപ പേ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് പേ ചെയ്യുവാണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് തരും. അതായത് 1,00,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ 90,000 രൂപ പ്രോംപ്റ്റ് ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ 90,000 രൂപ തന്നാൽ മതി. അങ്ങനെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടും നമ്മുടെ ഗുഡ് വില്ലും ഒക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒബ്ലിഗേഷൻസ് എല്ലാം നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഇറ്റ് പ്രൊട്ടക്ട്സ് എ ഫേം ഫ്രം ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഷ്രിങ്കേജ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കും. അതായത് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കാനുണ്ട്, പക്ഷെ കൊടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല. അതായത് 1,00,000 രൂപയാണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത്, പക്ഷെ നമ്മുടെ കയ്യിൽ കറണ്ട് അസറ്റ് ആയിട്ട് കൂട്ടി നോക്കുമ്പോൾ മൊത്തം ഒരു 80,000 രൂപയുള്ളൂ. അതായത് കൊടുക്കാനുള്ളതാണ് കൂടുതൽ, കിട്ടാനുള്ളതൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാതെ വരും. അങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കാതെ വരുമ്പോൾ അത് നമ്മുടെ കമ്പനിയുടെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ വേറൊരു സമയത്ത് ഇൻവെൻട്രീസ് ഒക്കെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെയുള്ളവർ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സെയിൽ നടത്തുന്നവർ പറയും അവർ പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെൻ്റ് ഒന്നും നടത്തുന്ന ആൾക്കാരല്ല, അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ലോ ആണ്, അവർക്ക് കടത്തിന് സാധനങ്ങൾ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലേ. ബാങ്കിൽ ചെന്നാണെങ്കിലും അവർ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുമില്ല, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് ബാങ്കുകാർക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ കറണ്ട് അസറ്റിൻ്റെ വാല്യൂയിലുള്ള എന്തെങ്കിലും കുറവുകൾ കൊണ്ട് നമ്മുടെ ഫേമിന് പല അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെയുള്ള അഡ്വേഴ്സ് എഫക്റ്റിൽ നിന്നും നമ്മുടെ ഫേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നെന്താണ്? പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി അതുവഴി കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ എടുക്കാൻ നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ഒരു ഫേമിന് ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് വേണം? ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദ മെയിൻ്റനൻസ് ഓഫ് എ കമ്പനീസ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ആൻഡ് റെപ്യൂട്ടേഷൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ കമ്പനിയിൽ ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അത് നമ്മുടെ റെപ്യൂട്ടേഷനെയും നമ്മുടെ ക്രെഡിറ്റ് സ്റ്റാൻഡിങ്, അതായത് നമ്മളിപ്പം ഒരു ലോൺ എടുക്കാൻ പോയി എന്ന് വിചാരിക്കുക, നമ്മളൊരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും, സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. എന്തിനാണ് അത് ചെക്ക് ചെയ്യുന്നത്? നമുക്ക്
തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ പേരിൽ വേറെ എന്തെങ്കിലും ലോണുകളുണ്ടോ, അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി നമ്മൾ പുതിയൊരു ലോണും കൂടെ കൊടുത്താൽ ഇവരിത് തിരിച്ചടയ്ക്കുമോ, അതിനുള്ള വരുമാന മാർഗ്ഗം ഇവർക്കുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് കമ്പനിക്കും. കമ്പനി ഈ പറയുന്ന പോലെ അവരുടെ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം പ്രോംപ്റ്റ് ആയിട്ട് പേ ചെയ്താൽ മാത്രമേ അവർക്കൊരു ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് പൊസിഷൻ ഉണ്ടാവത്തുള്ളൂ. അവർക്ക് അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ, അതായത് പ്രോംപ്റ്റ് ആയിട്ട് എല്ലാ പേയ്മെൻറ്റും നടത്തുന്നു, വാങ്ങിച്ച ക്രെഡിറ്റേഴ്സിനെ ബിൽസ് പേബിളിനെ എല്ലാം ടൈംലി സെറ്റിൽ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിക്ക് നല്ല റെപ്യൂട്ടേഷനും ഉണ്ടാവും. സോ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് സ്റ്റാൻഡിങ് പൊസിഷനും അവരുടെ റെപ്യൂട്ടേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും അവിടെ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. Then it enables maintaining inventory at the optimum level to serve the needs of the കസ്റ്റമേഴ്സ്. പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ അനുസരിച്ച് അവരെ സെർവ് ചെയ്യാനുള്ള ലെവൽ ഓഫ് ഇൻവെന്ററി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്തൊക്കെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. സീസണൽ പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സെയിൽ ഭയങ്കര ബിസിനസ്സിനകത്ത് നമുക്കറിയാം ചില സമയത്ത് നല്ല സെയിൽ നടക്കുന്ന ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ കസ്റ്റമേഴ്സ് ഒരുപാട് ഡിമാൻഡ് ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഇൻവെൻട്രി അല്ലാതെ കുറച്ചധികം ഇൻവെൻട്രീസ് അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ആവശ്യത്തിന് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇരിക്കുന്ന സാധനം മൊത്തം വിറ്റുപോയി ആ കടത്തിന് വിറ്റതിൻ്റെ എല്ലാം കാശ് കിട്ടിയിട്ടേ അടുത്ത സ്റ്റോക്ക് എടുക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള സാഹചര്യം വന്നാൽ നമുക്ക് സെയിൽ നടക്കുമോ? ഇല്ല. കസ്റ്റമേഴ്സിൻ്റെ നീഡ് കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ദെൻ it enables a company to operate its business more efficiently because there is no delay in obtaining materials, payment of wages, etc. എന്താണ്? നമ്മുടെ കമ്പനിയിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എക്സസും അല്ല കുറവുമല്ല, ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോകും അല്ലേ? നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കടത്തിന് പോയി ചോദിച്ചാലും കിട്ടും. നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കിട്ടും. സമയാസമയത്ത് ലേബേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ സ്മൂത്തായിട്ട് നടക്കും. സോ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. പക്ഷെ പോകണമെങ്കിൽ എന്ത് വേണം? ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. സോ നമ്മൾ ഏതൊക്കെ പോയിന്റാണ് പറഞ്ഞത്? നമ്മുടെ കമ്പനിയുടെ കറണ്ട് ഒബ്ലിഗേഷൻസ് എല്ലാം പ്രോംപ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നതുകൊണ്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പ്രോപ്പറായിട്ടുള്ള കറണ്ട് അസറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവൂ. കമ്പനിയുടെ ക്രെഡിറ്റ് സ്റ്റാൻഡിങ് പൊസിഷനും റെപ്യൂട്ടേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പ്രോപ്പറായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് അവർക്ക് പ്രോഡക്റ്റ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടാൻ താമസം വരാതെ കറക്റ്റായിട്ട് ലേബേഴ്സിനൊക്കെ വേജസ് കൊടുത്ത് നമ്മുടെ കമ്പനി നല്ല സ്മൂത്ത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ സമയാസമയത്ത് പ്രോംപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ദെൻ it provides a firm with adequate fund to sustain the depression period. നമുക്കറിയാം എല്ലാ ബിസിനസ്സിനും ഒരു ബിസിനസ് സൈക്കിൾ ഉണ്ട്. നല്ല ബൂമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും, ബൂം സ്റ്റേജ് ഉണ്ടായിരിക്കും, പ്രോസ്പെരിറ്റി സ്റ്റേജ് ഉണ്ടായിരിക്കും, ദെൻ എന്തുണ്ടായിരിക്കും? ഒരു ഡിപ്രഷൻ പീരീഡും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡിപ്രഷൻ പീരീഡ് നമുക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ
നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഡിപ്രഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സെയിലൊക്കെ കുറവായിരിക്കും, ഇങ്ങോട്ടുള്ള ക്യാഷ് ഫ്ലോസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കാലവും കഴിഞ്ഞു പോണ്ടേ. അതുപോലെ ബിസിനസ്സിൻ്റെ ആ ഒരു ഡിപ്രഷൻ പീരീഡും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് പ്രൊവൈഡ് എ ഫേം ടു സസ്റ്റൈൻ ദ ഡിപ്രഷൻ പീരീഡ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ മീറ്റിംഗ് അൺഫോർസീൻ കണ്ടിജൻസീസ് ഇൻ ദ ഫ്യൂച്ചർ. ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കാം. ചിലപ്പോൾ എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്താം, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസിനൊക്കെ അപകടം, നമ്മുടെ കമ്പനിയിൽ ചെറിയ അപകടങ്ങൾ, ഇലക്ട്രിസിറ്റി വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത കണ്ടിജൻസീസ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ലിക്വിഡ് എമൗണ്ട് ഓഫ് മണി ഉണ്ടായിരിക്കണം. സോ അതിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് എ ഫേം. എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് മുന്നോട്ട് സ്മൂത്തായിട്ട്, എഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കമ്പനി എഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി, സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്താലേ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അതൊരു വെൽത്തി സിറ്റുവേഷനിലേക്ക് പോകുള്ളൂ, അല്ലേ? അപ്പോൾ കമ്പനിയുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണ്? അവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇറ്റ് ഹെൽപ്സ് ടു യൂട്ടിലൈസ് ദ മാക്സിമം അവൈലബിൾ റിസോഴ്സസ്. എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് പറയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്യും. അതായത് നമുക്ക് ലോ റേറ്റിനായിട്ടുള്ള ട്രേഡ് ക്രെഡിറ്റോ ബാങ്ക് ക്രെഡിറ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളത് അവൈൽ ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഇറ്റ് ഹെൽപ്സ് എ ഫേം ടു ഫോളോ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. നല്ലൊരു ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യണമെങ്കിൽ അതിനും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സമയാസമയത്ത് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ കമ്പനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പോകണം. കമ്പനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. At the same time, maintaining excessive or redundant working capital is not desired. Excessive or redundant working capital means the next ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ കമ്പനിയിൽ ഇത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ചില ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി അല്ലെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. The working capital requirements of a firm are influenced by numerous factors. ഇമ്പോർട്ടൻ്റ് ഓഫ് ദം ആർ, അതായത് നമ്മുടെ കമ്പനിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര വേണം, കുറച്ച് മതി അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഡിറ്റർമിനൻസ്, ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നേച്ചർ, വെദർ ഇറ്റ് ഇസ് മാനുഫാക്ചറിങ്, വെദർ ഇറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസ്, ലാർജ് ബിസിനസ് ആണെങ്കിൽ, ചെറിയ കമ്പനീസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്? അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടറാണ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം, ചെറിയ കമ്പനീസ് ആണെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് എന്ത് മതി? റിസീവബിൾസും ഇൻവെൻട്രിയും ഒക്കെ മതി. വലിയ കമ്പനീസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റും റിസീവബിൾസും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. സോ
നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ വരും. വലിയ വലിയ കമ്പനീസ്, വലിയ വലിയ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒക്കെ കമ്പനീസ് ആണെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ചെറിയ സംരംഭം ഒക്കെ ആണെങ്കിൽ ചെറിയ എമൗണ്ട് കീപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ടൈം, നമുക്കറിയാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനിടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ്, ഇപ്പോൾ 2 മാസത്തെ ഗ്യാപ്പ് ആണെങ്കിൽ ആ 2 മാസത്തെ ഗ്യാപ്പ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാശ് നമുക്ക് വേണം. അല്ലെങ്കിൽ ഒരു 3 മാസമാണ് എപ്പോഴും നമ്മുടെ ഒരു ടൈം ഫ്ലോട്ട് വരുന്നതെങ്കിൽ ആ 3 മാസം നമ്മുടെ കമ്പനി ഫങ്ഷൻ ചെയ്തുകൊണ്ട് പോകാനുള്ള എമൗണ്ട് നമ്മളെപ്പോഴും കണ്ടെത്തിയിരിക്കണം. ഇനി നമ്മുടെ കമ്പനിക്ക് അങ്ങനെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അങ്ങനെ വലിയ ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ നടത്തി നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് അപ്പം തന്നെ ക്യാഷ് എല്ലാം തിരിച്ച് അപ്പം തന്നെ കിട്ടി ക്യാഷായിട്ട് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ കമ്പനി എങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കുറച്ച് എമൗണ്ട് മതിയായിരിക്കും. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഗ്യാപ്പിൻ്റെ ഫ്ലോട്ടിൻ്റെ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണ്ടി വരും. ടൈം ലാഗ് കുറയുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. അതാണ് ടൈമിൽ പറയുന്നത്. The level of working capital depends upon the time required to manufacture goods. If the time is longer, the size of working capital is greater. നമ്മൾ നമ്മുടെ കമ്പനിയിലുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ എടുക്കുന്ന സമയം, നോർമലി നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ടൈം ഗ്യാപ്പ് തന്നെയാണ് പറയുന്നത്. ആ ഒരു ടൈം പീരീഡ് ലോങ്ങർ ആണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസും കൂടുതലായിരിക്കും. ആ ഒരു ടൈം പീരീഡ് കുറവാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസ് കുറവായിരിക്കും. ദെൻ വോളിയം ഓഫ് സെയിൽസ്, ചിന്തിച്ച് നോക്കൂ. വോളിയം ഓഫ് സെയിൽസ് ഒരുപാട് ആവശ്യമാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിമാൻഡ് വരുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ എന്ത് വേണം? സെയിൽസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സീസണാണ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സീസണാണ്, അപ്പോൾ ഒരുപാട് സെയിൽ നടക്കുന്ന സമയമാണ്. സോ നമ്മുടെ വോളിയം ഓഫ് സെയിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റലും എമൗണ്ടും കൂടണം. കാരണം കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് അതിനനുസരിച്ച് ഇൻവെൻട്രീസ് ഒക്കെ പർച്ചേസ് ചെയ്ത് വീണ്ടും പ്രൊഡക്ഷൻ നടത്തി സെയിൽസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെയിൽസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ. അപ്പോൾ വോളിയം ഓഫ് സെയിലും നമ്മൾ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡിറ്റർമിനൻറ്റ് ഫാക്ടറാണ്. സോ തേർഡ് ഫാക്ടർ എന്താണ്? വോളിയം ഓഫ് സെയിൽ. The volume of sale and size of working capital is maintained to support operational activities which result in sales. Thus, higher volume of sales, larger will be the size of working capital and vice versa. എന്താണ് നമ്മുടെ സെയിലിൻ്റെ വോളിയം ഹയർ ആണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസും ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ വോളിയം ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് ലെസ്സർ ആണെങ്കിൽ സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ലെസ്. നെക്സ്റ്റ്, ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും, അതായത് ഇൻവെൻട്രീസ് പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ സെയിൽസ് നടത്തുന്നത് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് സെയിൽസ് നടത്തുമ്പോൾ ഉള്ള ടേംസിനനുസരിച്ചിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതായത് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കടത്തിന് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റർ, അതായത് നമ്മൾ സാധനം മേടിക്കുന്ന ആൾ നമ്മളെ അടുത്ത് പറയുകയാണ്, കടത്തിനാണല്ലോ നിങ്ങൾ സാധനം എടുക്കുന്നത്, നിങ്ങൾ പതുക്കെ തന്നാൽ മതി, എനിക്ക് ഒരു ധൃതിയില്ല, നിങ്ങൾ സാധനം കൊണ്ടുപോയിക്കോ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊണ്ട് തന്നാൽ മതി, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചാൽ പോരെ. പിന്നെ എപ്പോഴോ പതുക്കെ കൊടുത്താൽ മതി, ആവശ്യത്തിന് സമയം എടുത്തോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം. ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ കടത്തിന് സാധനം വിൽക്കുകയാണ്, നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരാൾക്ക് വിൽക്കുകയാണ്, നമ്മൾ അയാൾക്ക് പറയുകയാണ് നിങ്ങൾ പതുക്കെ തന്നാൽ മതി, എനിക്ക് ഒരു ധൃതിയില്ല, നിങ്ങൾ പതുക്കെ കൊണ്ട് തന്നാൽ മതി.
അപ്പോൾ എന്താണ്, അയാൾ ഓക്കെ ശരി അയക്കുന്നത് നല്ലതാണ്, അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ എന്താണ്, അയാളുടെ കയ്യിൽ നിന്ന് ഇത് പതുക്കെ കിട്ടത്തുള്ളൂ, നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എൻ്റെ എമൗണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടും ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ്. നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലിബറൽ ടേംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ച് കീപ്പ് ചെയ്താൽ മതി. കാരണം അത് പിന്നെ കൊടുത്താൽ മതിയല്ലോ, ഇപ്പോഴേ നമ്മൾ ഇത്രയും കാശെടുത്ത് കൈ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ കടത്തിന് നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ലിബറൽ ടേംസിൽ ക്രെഡിറ്റ് സെയിൽ നടത്തുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഹൈ വോളിയം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. കാരണം അത് കിട്ടാൻ ഇനി കുറച്ച് സമയം എടുക്കും. അപ്പോൾ വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാശ് കൈ വെച്ചേ പറ്റത്തുള്ളൂ. അതാണ് ഈ ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ എന്ന് പറയുന്നത്. If a firm has allowed very liberal credit terms to its customers, more funds will be tied in book debts and working capital needs will be high. എന്താണ്, കസ്റ്റമേഴ്സിന് ഒരു ലിബറൽ ക്രെഡിറ്റ് ആണ് കൊടുത്തതെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബുക്ക് ഡെറ്റിൽ, അതായത് ഡെറ്റേഴ്സിൽ കുറേ ഫണ്ട് ടൈ ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ വേർ സപ്ലയേഴ്സ് ഹാവ് ഗ്രാൻഡഡ് ലിബറൽ ക്രെഡിറ്റ് ടേംസ് ടു ദ ഫേം, സപ്ലയേഴ്സ് നമുക്ക് ഇങ്ങോട്ട് ലിബറൽ ക്രെഡിറ്റ് ടേംസിനാണ് നമുക്ക് സാധനങ്ങൾ തരുന്നതെങ്കിൽ നമുക്കിപ്പോൾ അത്രയും വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമില്ല. കാരണം ആവശ്യത്തിന് സമയമുണ്ടല്ലോ, പതുക്കെ കൊടുത്താൽ മതി. ദർ വിൽ ബി ലെസ് നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഡിറ്റർമിനൻറ്റ് ഫാക്ടറാണ് ഇൻവെൻട്രി ടേൺ ഓവർ. ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് സെയിൽ നടത്തി പോകുന്ന ആ ഒരു ഇതിനെയാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എല്ലാം വിറ്റ് പോകുന്നു, അതിനെയാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ ഹൈ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവായിരിക്കും. അതായത് കയ്യിരിക്കുന്ന സ്റ്റോക്ക് എല്ലാം പെട്ടെന്ന് വിറ്റ് പോവുകയാണ്, എന്നിട്ട് അപ്പം തന്നെ കാശ് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ കാശ് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പോൾ സാധനം എല്ലാം പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട്, അത് കണക്ക് തന്നെ നമ്മുടെ കയ്യിൽ കാശ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അതിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവർ കുറവാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം വിറ്റ് പോകുന്നില്ല, ബാക്കി ചിലവുകളൊക്കെ നടത്തിക്കൊണ്ട് പോകണ്ടേ. സോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ്, റിസീവബിൾസ് ടേൺ ഓവർ. എന്താണ് റിസീവബിൾസ്? നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, അതായത് ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ അങ്ങനെയൊക്കെ ഉള്ളത്, അതിൻ്റെ ടേൺ ഓവർ. അതായത് പെട്ടെന്ന് തരാനുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് തരുവാണ്, നമുക്ക് കിട്ടാനുള്ളതെല്ലാം പെട്ടെന്ന് കിട്ടുവാണ്. അതാണ് റിസീവബിൾസ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളതും നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ തരാനുള്ളതും ഒക്കെ പ്രോംപ്റ്റായിട്ട് സമയത്തിനൊക്കെ തരുവാണെങ്കിൽ, അത് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അന്നേരം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ലോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള, അതായത് തരാനുള്ള ആൾക്കാരും തരുന്നില്ല, പ്രോംപ്റ്റായിട്ട് ആരും പേയ്മെൻറ്റ് നടത്തുന്നില്ല എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ എന്ത് വേണം, അഡീഷണൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ റിസീവബിൾ ടേൺ ഓവർ എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ, അതായത് പെട്ടെന്ന് എല്ലാം കിട്ടുവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിനനുസരിച്ച് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. റിസീവബിൾ ടേൺ ഓവർ ലോ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. A prompt collection of receivables and good facilities for setting payables result into low working capital requirements. എന്താണ്, നമുക്ക് കിട്ടാനുള്ള എല്ലാം കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ പേയബിൾസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ലോ ആയിരിക്കും. ദെൻ ബിസിനസ് സൈക്കിൾ. Business expands during period of prosperity and declines during the period of depression. Consequently, more working capital is required during period of prosperity and less during the period of depression. During the recovery and prosperity phases of business cycle, prices of raw materials and wages tends to rise
and the business will need additional funds to carry on the business. In the depression and recession period, collection difficulties and declining sales result in dwindling cash balance. എന്താണ് ബിസിനസ് സൈക്കിളിന് പല സ്റ്റേജസ് ഉണ്ട് അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ ബൂം സ്റ്റേജ് ഉണ്ട്, പ്രോസ്പെരിറ്റി സ്റ്റേജ് ഉണ്ട്, ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട് അല്ലേ? അങ്ങനെ ബിസിനസ് സൈക്കിളിൻ്റെ പല സ്റ്റേജ് ഉണ്ട്. ഇതിനകത്തിപ്പം ബൂം അല്ലെങ്കിൽ ബിസിനസ്സിന് പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ബൂം എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. ആ സമയത്ത് ബിസിനസ്സിൻ്റെ കച്ചവടം കൂടുതലായിരിക്കും, നല്ല സെയിലായിരിക്കും, ആൾക്കാരെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടുന്നു ഇല്ലേ? അപ്പോൾ സെയിൽ കൂടുതലായിട്ട് നടക്കുകയാണ്. സെയിൽ കൂടുതലാവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻവെൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ആൾക്കാരിലേക്ക് സാധനം എത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി കൂടുതൽ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഡിപ്രഷൻ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് അത്രമാത്രം സെയിലൊന്നും നടത്തത്തില്ല. വർക്കിംഗ് ക്യാപിറ്റൽ വേണം, പക്ഷേ നമുക്ക് ഈ പ്രോസ്പെരിറ്റി സ്റ്റേജിൽ അല്ലെങ്കിൽ ബൂം സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയ അത്രയൊന്നും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. കാരണം ഡിപ്രഷൻ സ്റ്റേജിൽ സെയിലൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമുക്ക് ഇങ്ങോട്ട് നടത്തുന്ന സെയിലൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷനൊക്കെ നടത്തിയാൽ മതി. സോ നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കുറച്ച് കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ ബിസിനസ് സൈക്കിളിൻ്റെ സ്റ്റേജ് അനുസരിച്ചും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അളവ് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ് എന്താണ്? കറണ്ട് അസറ്റിനകത്തുള്ള വാല്യൂ നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ഒരു 50,000 രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ആൾ ചിലപ്പോൾ തിരിച്ച് നമുക്കൊരു 40,000 രൂപയെ തരത്തുള്ളൂ. 10,000 രൂപ എന്ന് പറയുന്നത് ഇറിക്കവറബിൾ ആവും. എന്ന് വെച്ചാൽ നമുക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരും. അതായത് നമ്മുടെ ബുക്ക് വാല്യൂയിലുള്ള എമൗണ്ട്, അത് കണക്ക് സ്റ്റോക്കിൻ്റെ കാര്യവും നമ്മൾ വാങ്ങിച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മേടിച്ച് വെച്ചത്. എന്നിട്ട് നമ്മളത് പ്രൊഡക്ഷനൊക്കെ നടത്തി വർക്കിംഗ് പ്രോഗ്രസ് ഒക്കെ ആയിട്ട് മാറ്റിയപ്പോൾ, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില അങ്ങോട്ട് കുറഞ്ഞു, മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിൽക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ വില കുറയും. ഐറ്റത്തിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ വിലയും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ വാങ്ങിയ വിലയേക്കാളും ഒരുപാട് വില കുറവായിരിക്കും ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാളും നമ്മുടെ കറണ്ട് അസറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെയോ ഇൻവെൻട്രീസിൻ്റെയോ ഒക്കെ മാർക്കറ്റ് വാല്യൂ കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് നിലവിൽ ഇപ്പോൾ അതിൻ്റെ വില കുറവാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നേരത്തെ നമ്മൾ വിലയൊക്കെ കൂടി നിന്ന സമയത്ത് വീണ്ടും അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ എമൗണ്ടൊക്കെ നമുക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു? കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ദെൻ പ്രൊഡക്ഷൻ സൈക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളില്ലേ, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം അത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ സൈക്കിളിൻ്റെ ടൈം അതായത് നമ്മുടെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് വളരെ കൂടുതലാണെങ്കിൽ, ആ ഒരു പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ സമയം വളരെ ലോങ്ങർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 6 മാസം ആണെങ്കിൽ ആ 6 മാസം ഒട്ടിച്ചുകൊണ്ട് പോകണ്ടേ നമ്മുടെ ബിസിനസ്? ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് കാശ് കിട്ടിയാലല്ലേ നമുക്ക് ഫണ്ടായിട്ട് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെയും ബിസിനസ് റൺ ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ സൂക്ഷിക്കണം. ഇല്ല, ഒരൊറ്റ മാസം കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എല്ലാം കൺവേർട്ട് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങളെല്ലാം എത്തി നമുക്ക് തിരിച്ച് ഫണ്ട് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് ഈ 1 മാസം ഒട്ടിച്ചുകൊണ്ട് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഇല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്താണ്? ഫിക്സ് ചെയ്യുക. അതായത് ടൈം കൂടുതലാണെങ്കിൽ വി നീഡ് higher amount of working capital, and if the production cycle's time is very less amount of working capital is required to maintain. Okay,
നെക്സ്റ്റ് ക്രെഡിറ്റ് കൺട്രോൾ. നമ്മുടെ ക്രെഡിറ്റ് കൺട്രോൾ എങ്ങനെയാണ്, അതായത് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ കൊടുക്കുന്ന ടേംസ് എങ്ങനെയാണ്, നമ്മുടെ കളക്ഷൻ പോളിസി എങ്ങനെയാണ്. അതായത് നമ്മൾ കൂടുതലും എന്താണ് ക്രെഡിറ്റ് സെയിൽസ് അല്ല ക്യാഷ് സെയിൽസ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് വിറ്റ് അപ്പം തന്നെ നമുക്ക് കാശ് കിട്ടും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് വരും, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇല്ല നമ്മൾ കടത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ടേം, അതായത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ടേമിലാണെങ്കിൽ നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഈ കാശ് തിരിച്ചു കിട്ടത്തുള്ളൂ. സോ നമ്മൾ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ല നമ്മുടേത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾ ഒരു മാസം കൊണ്ട് നമുക്ക് സാധനം തിരിച്ചു തരണം എന്നൊക്കെയുള്ള നമ്മുടെ കളക്ഷൻ പോളിസി അതൊക്കെ വളരെ ലിബറൽ അല്ല, നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെൻ്റ് എല്ലാം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സോ നമ്മുടെ ക്രെഡിറ്റ് കൺട്രോൾ എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വരുന്നത്. ക്രെഡിറ്റ് കൺട്രോൾ ഇൻക്ലൂഡ്സ് സച്ച് ഫാക്ടേഴ്സ് ആസ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് സെയിൽസ്, ടേംസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്, കളക്ഷൻ പോളിസി എക്സെട്ര. A firm can improve its cash position with sound credit policy. Next, liquidity and profitability. പല കമ്പനീസും പല മോഡിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ചില കമ്പനീസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലിക്വിഡിറ്റിക്കായിരിക്കും, ചില കമ്പനീസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രോഫിറ്റബിലിറ്റിക്കായിരിക്കും. അപ്പോൾ കമ്പനി ലിക്വിഡിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവർ ഒരു ഹയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യേണ്ടത്. അതായത് ലിക്വിഡ്, അതായത് അവർക്ക് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം, നമുക്ക് ഒരു രീതിയിലുള്ള ടൈം ലാഗും വരാൻ പാടില്ല, നമ്മുടെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കമ്പനി പ്രോഫിറ്റബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരെല്ലാം ഇങ്ങനെ ലിക്വിഡ് എമൗണ്ട് ഓഫ് മണി ആയിട്ട് വെക്കാതെ അവരെന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്താലേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, വേറെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. സോ അവർ കൂടുതലും പ്രോഫിറ്റബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി, എല്ലാ കാശും ഇങ്ങനെ ലിക്വിഡായിട്ട് കൈ വെക്കാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ലിക്വിഡിറ്റിക്കാണ് ഒരു കമ്പനി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ദേ ഷുഡ് മെയിൻറ്റെയിൻ എ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇഫ് ദ ഫേം ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രോഫിറ്റബിലിറ്റി ദേ ഷുഡ് മേക്ക് ആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ they require to maintain a lesser amount of working capital. ഇനി ഇൻഫ്ലേഷൻ, നമ്മുടെ എക്കോണമിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ എക്കോണമി നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം കാശ് എല്ലാവരുടെ കയ്യിലും കൂടുതലായിരിക്കും. അപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന കാശും കൂടുതലായിരിക്കും. ബിസിനസ്സിലേക്ക്, അതായത് ബിസിനസ്സിൻ്റെ സെയിൽസ് ഒക്കെ കൂടി നിൽക്കുന്നു, കാരണം ആളുകളുടെ കയ്യിലെല്ലാം കാശുണ്ട് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ സെയിലൊക്കെ കൂടി നിൽക്കുന്ന സമയമായിരിക്കും. സോ അവർക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണം. സോ അവർക്ക് എന്ത് വേണം, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമായിട്ട് വരും. സോ ഇൻഫ്ലേഷൻ അതൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ്, ആളുകളുടെ കയ്യിലെല്ലാം കാശ് ഉണ്ടാവുന്ന സാഹചര്യമാണ്. സോ ആളുകളുടെ കയ്യിൽ കാശ് ഉണ്ടാവുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക, ഒരു പർച്ചേസിങ് പവർ കൂടുതലായിരിക്കും. സോ കമ്പനിക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും, അതിനനുസരിച്ച് ഇൻവെൻട്രീസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് അവർ വർക്കിംഗ് ക്യാപിറ്റൽ ഹയർ എമൗണ്ടിൽ ആവശ്യമായിട്ട് വരും. ഇനി സീസണൽ ഫ്ലക്ച്വേഷൻ പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ കമ്പനിയുടെ ഒരു സീസണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ബിസി സീസൺസും ഉണ്ടാവും, സ്ലാക്ക് സീസൺസും ഉണ്ടാവും. ബിസി സീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെ ഹൈ ആവുന്ന സീസണും ഉണ്ടാവും, പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെ ലോ ആയിട്ടുള്ള സീസണും ഉണ്ടാവും. അപ്പോൾ ഡിമാൻഡ് ഹൈ ആയിട്ടുള്ള സീസണെയാണ് നമ്മൾ ബിസി സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തി കൂടുതൽ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണം. സോ അപ്പോൾ ആ സമയത്ത് ബിസി സീസൺസിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ലാർജ് എമൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ച് നടത്തിയാൽ മതി, എല്ലാ പ്രോഡക്റ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. സോ അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അതാണ് സീസണൽ ഫ്ലക്ച്വേഷൻ. ഇനി ടെക്നോളജി. ഇവിടെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നല്ല ഹൈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക, മാൻ പവറിൻ്റെ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ലേബറിൻ്റെ ആവശ്യകത കുറയും. എപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കുക. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ ആളുകളെ ആവശ്യമില്ല, എല്ലാം
ടെക്നോളജി. ഇപ്പോൾ തന്നെ AI വന്നു. AI ഇപ്പോൾ അതായത് പല ആൾക്കാരുടെയും ജോലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാം AI ചെയ്തോളും. എഡിറ്റേഴ്സിൻ്റെ ജോലി, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, AI ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ മാനുവൽ ലേബറിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കുറഞ്ഞു വരും ടെക്നോളജി ചേഞ്ച് കൂടുന്നതിനനുസരിച്ച്. മാനുവൽ ലേബറിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള റിഫ്രഷ്മെൻറ്റ്, അവർക്ക് കൊടുക്കാനുള്ള വേജസ്, അതിൻ്റെയൊക്കെ എമൗണ്ട് നമുക്ക് ലാഭിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ട് ഒന്നും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല അല്ലേ. അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ പ്രോസസ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. Technological changes which reduce manual labor may reduce the volume of working capital. എന്താണ് ഞാൻ പറഞ്ഞ പോലെ മാനുവൽ ലേബർ കുറയുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വേജസ് കൊടുക്കേണ്ട, എംപ്ലോയീസിനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കേണ്ട സാഹചര്യം വരത്തില്ല. അപ്പോൾ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ മാനുവൽ ലേബർ കുറയും, അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വോളിയൂം ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും കുറച്ച് മതി. വൈൽ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി വിച്ച് ഇൻക്രീസസ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് മേ ഇൻക്രീസ് ദ വോളിയൂം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നത് നമ്മുടെ പ്രൊഡക്ഷനെയും സെയിൽസിനെയുമാണ് അഫക്റ്റ് ചെയ്തതെങ്കിൽ, അതായത് നമ്മൾ ടെക്നോളജിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സെയിൽസും പ്രൊഡക്ഷനും ഒക്കെ കൂടി, അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇൻവെൻട്രീസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടണം. സോ നമ്മൾ കൊണ്ടുവന്ന ടെക്നോളജീസ് ഏത് രീതിയിലാണ് നമ്മുടെ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ടെക്നോളജിയിൽ കൊണ്ടുവന്ന ചേഞ്ചസ് മാനുവൽ ലേബർ പവർ കുറയ്ക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ടെക്നോളജിയിൽ കൊണ്ടുവന്ന ചേഞ്ചസ് അഫക്റ്റ് ചെയ്തത് നമ്മുടെ സെയിൽസിനെ ആണെങ്കിൽ, സെയിൽസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ. പിന്നെ ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് പോളിസി ഉണ്ട്, പ്രൊഡക്ഷൻ പോളിസി ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് ഉണ്ട്, ആക്ടിവിറ്റീസ് ഓഫ് ദ ഫേം, അങ്ങനെ ഒരുപാട് മറ്റുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 14 ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഞാൻ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ പ്രൊഡക്ഷൻ സൈക്കിളിൽ ലാഗ് വരുന്നതിനനുസരിച്ച് നമുക്ക് സെയിലൊക്കെ നടത്തി കാശ് നമുക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ കാശ് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാം. ഇത് എവിടുന്ന് കൊണ്ടുവരും? ഇത് എവിടുന്നാണ്? ഈ പറയുന്ന പോലെ നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തി സാധനം ക്രെഡിറ്റിന് വിറ്റു, ഡെറ്റേഴ്സ് ഒക്കെ തിരിച്ച് ഈ പൈസ തിരിച്ചു തരാൻ ഒരു 2-3 മാസത്തെ സമയം എടുക്കും. ഈ 3 മാസം ഈ പൈസ തിരിച്ച് കിട്ടുന്നവരെ നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് കുറച്ച് എമൗണ്ട് വേണം. അതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നു. ഇത് എവിടുന്ന് കിട്ടും? ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിനകത്ത് ഇതല്ല നമുക്ക് വേണ്ടത്, ഇതാണ് വേണ്ടത്, സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ വരുമ്പോൾ പഠിക്കും. നമുക്കിപ്പോൾ ആവശ്യം ഇതാണ്, അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഷോർട്ട് ടേം സോഴ്സസ് ആയിട്ടുള്ള ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്, അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഫാക്ടറി. ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ഓരോന്ന് പറഞ്ഞങ്ങ് പോവാം. ഓക്കെ. അപ്പോൾ ആദ്യത്തേതാണ് ട്രേഡ് ക്രെഡിറ്റ്. വേറൊന്നുമില്ല, നമുക്ക് ബിസിനസ് കുറച്ച് നാളത്തേക്ക്, അതായത് നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ നടത്തി കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്, അവർ കാശ് തരാൻ ഒരു 2-3 മാസം പിടിക്കും. അതുവരെയും നമുക്ക് പ്രൊഡക്ഷൻ നടത്താതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ, ചുമ്മാ പ്രൊഡക്ഷൻ ഒന്നും നടത്താതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സപ്ലയറിനെ ചെന്ന് കാണും. സപ്ലയറിൻ്റെ അടുത്ത് പറയും, ഞങ്ങൾക്കൊരു 3 മാസത്തെ സമയം വേണം. ആ 3 മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇൻവെൻട്രി തരണം. ആ 3 മാസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇൻവെൻട്രിയുടെ കാശ് ഞങ്ങൾ തിരിച്ചു തരാം. അതായത് കടത്തിന് പോയി ഇൻവെൻട്രി വാങ്ങിച്ച് പ്രൊഡക്ഷൻ നടത്തി നമുക്ക് ബിസിനസ് റൺ ചെയ്യാം. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ഡെറ്റേഴ്സ് നമുക്ക് കാശ് തരുമ്പോൾ ആ കാശ് നമ്മളിപ്പോൾ സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് കടത്തിന് മേടിച്ചില്ലേ, അവർക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഒരു ഷോർട്ട് ടേം സോഴ്സാണ്
ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് sellers or suppliers of different kinds of products of raw materials provide credit to their customers. The credit offered by the seller or supplier is known as trade credit or bills payable. It is very important source of short term finance. എന്താണ് കടത്തിന് ഇൻവെന്ററീസ് കൊടുക്കുന്ന സപ്ലയേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് പോയി കടത്തിന് സാധനം വാങ്ങിച്ച് പ്രൊഡക്ഷൻ നടത്തുക. നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസ് കിട്ടുമ്പോൾ അവരുടെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടാമത്തത് ബാങ്കിൽ പോയി ക്രെഡിറ്റ് എടുക്കുക. നമുക്കറിയാം ബാങ്കിൽ ഒരുപാട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടുവന്ന് ഡിസ്കൗണ്ട് ചെയ്യാം. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ബിസിനസ്മാൻമാർക്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബാങ്ക് ക്രെഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു 3-4 മാസമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്ന ലാഗെങ്കിൽ ആ ഒരു 3-4 മാസം തള്ളി നീക്കാനുള്ള എമൗണ്ട് ബാങ്ക് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക. Banks provide short-term finance in the form of overdraft, cash credit, discounting of trade bills and letters of credit to its customers. എന്നാണ് ഇതുപോലുള്ള ഒരുപാട് ഷോർട്ട് ടേം ഫിനാൻസ് ബാങ്ക് കൊടുക്കാറുണ്ട്. Overdraft facilities are allowed to customers having current account balance up to a limit. Cash credit is a regular system under which the bank offers the facilities to its clients to withdraw the money within the limit prefixed by the bank. Banks may also provide funds to customers on discounting bills. It means the payment of the bill is made before the date of maturity by the bank after charging a discount. എന്താ ബാങ്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഈ പറയുന്ന ബിസിനസ്മാൻമാർക്ക് കൊടുക്കാറുണ്ട്. ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ അവൈൽ ചെയ്യുക. അതാണ് അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരുന്നാൽ മതി. പബ്ലിക് ഡെപ്പോസിറ്റ്. ഇത് സത്യത്തിൽ ഒരു ഓൾഡ് സിസ്റ്റമാണ്, നിലവിൽ ഇപ്പം ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് തന്നെ ജനറൽ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് കാശ് സേവിങ്സ് മൊബിലൈസ് ചെയ്തതിന് ശേഷം അവരുടെ പൈസ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നേടുക. എന്നിട്ട് അവസാനം അവർക്ക് റീപേ ചെയ്യുന്ന രീതി അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. വളരെ ഓൾഡ് സിസ്റ്റമാണ്, നിലവിലില്ലാത്ത സിസ്റ്റമാണ്, പക്ഷേ സിലബസിലുണ്ട്. അതുകൊണ്ട് പബ്ലിക് ഡെപ്പോസിറ്റ് ഒരെണ്ണമാണ്. ദെൻ ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്, അതായത് മറ്റേതെങ്കിലും ഫേമിൻ്റെ അകത്തുനിന്ന് നമ്മൾ കടം വാങ്ങിക്കുന്ന പോലെ, അതാണ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ വൺ കമ്പനി ഇൻ അനദർ കമ്പനി ഈസ് നോൺ ആസ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ടേം ഓഫ് ഫിനാൻസ് ഫോർ ഫേംസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ കമ്പനിയിലോട്ട് വേറെ ഏതെങ്കിലും കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് താൽക്കാലികമായിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഒരു 3-4 മാസത്തെ ലാഗൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. അതുപോലെ അടുത്തൊരു സോഴ്സാണ് അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് നമ്മൾക്കിപ്പോൾ കസ്റ്റമേഴ്സിനാണല്ലോ സാധനങ്ങൾ വിൽക്കാനുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് അഡ്വാൻസ് മേടിക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കമ്പനീസൊക്കെ ചില കസ്റ്റമേഴ്സൊക്കെ അവർ നമ്മളടുത്ത് പറയും ബൾക്ക് ഓർഡർ ആയിരിക്കും തരുന്നത്. അതായത് ഇപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയും ഒരു അഡ്വാൻസ് എമൗണ്ട് നമുക്ക് തരണം. അപ്പോൾ അവരൊരു അഡ്വാൻസ് ഒരു 1 ലക്ഷം രൂപ നമുക്ക് അഡ്വാൻസ് തരും. നമ്മൾ പ്രൊഡക്ഷനൊക്കെ നടത്തി എല്ലാ സാധനങ്ങളും കൊടുക്കുമ്പോൾ അവർ ബാക്കി എമൗണ്ട് തരും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ അഡ്വാൻസ് വാങ്ങിച്ച് നമ്മുടെ നിലവിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ പറയും നിങ്ങൾ എമൗണ്ട് നേരത്തെ തരിക, 3 മാസത്തിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യും എന്ന് കരാർ ഒപ്പിട്ടതിന് ശേഷം എമൗണ്ട് നേരത്തെ ഇങ്ങ് മേടിക്കുക, എന്നിട്ട് പ്രൊഡക്ഷൻ നടത്തി പ്രോഡക്റ്റ് എത്തിക്കുക. അതൊക്കെയാണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. മെനി ടൈംസ് sellers or producers receive whole or part of the amount of goods in advance and such advance remains with them till the supply of goods. Normally no interest is paid on this amount. ഇനി കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയാം പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതായത് 7 ദിവസം മുതൽ 1 വർഷം വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള, അതായത് നമ്മൾ കടത്തിന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എഴുതി കൊടുക്കാറുണ്ട്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുവന്ന് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കാശ് മേടിക്കാം. ബാങ്ക് പിന്നെ അത് മറ്റവരുടെ അടുത്തുനിന്ന്
കളക്ട് ചെയ്ത് മേടിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പറോ പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻഡോഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം. നെക്സ്റ്റ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതായത് for raising funds for working capital along with long-term purpose, the issue of convertible debentures is considered a popular method. Since banks generally grant loans and advances only on the security of current asset, the issue of debentures is regarded as the only other appropriate alternative source for raising capital, including വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് പെട്ടെന്ന് നമുക്ക് എമൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബാങ്കിലൊക്കെ ചെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചോദിക്കും? സെക്യൂരിറ്റി ചോദിക്കും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അടവ് വെക്കാൻ പറയും, എന്നാൽ വേണമെങ്കിൽ കാശ് തരാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അതായത് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അതായത് ഒരു പീരീഡ് കഴിയുമ്പോൾ ഡിബഞ്ചേഴ്സ് നമുക്ക് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നുള്ള രീതിയിൽ നമുക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇന്നിപ്പോൾ പഠിച്ചതെന്ന് വെച്ചാൽ സോഴ്സസ് പഠിച്ചു, ഡിറ്റർമിനൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമെല്ലാം പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഓരോ കമ്പോണൻസിലേക്ക് നമ്മൾ പോവാണ്. സോ താങ്ക് യു സോ മച്ച്.